തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ റൂബി. നമ്മൾ എത്ര നിർബന്ധിച്ചാലും കല്യാണത്തിന് ദേവിക സമ്മതിക്കില്ല എന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു പ്ലാനും കൊണ്ട് നമ്മൾ ഇറങ്ങിയത്. എന്നിട്ടിപ്പോ എന്തായി? അവൾ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? എന്ന് വെച്ച് ഈ കല്യാണം നടക്കൂ? ഇനി എന്താ തടസ്സം? സിദ്ധുവേട്ടൻ കേൾക്കാനിരുന്നൊരു സമ്മതം ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഈ കല്യാണം ഉടനെ നടക്കും. ഞാനൊരു വിഡ്ഢിയെ പോലെ പുറത്ത് നിൽക്കേണ്ടി വരും. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. നിനക്കത് പറയാൻ അനുഭവിക്കുന്നത് ഞാനാ. സിദ്ധുവേട്ടനെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. എന്നിട്ട് ഇങ്ങനൊരു സാഹസത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ കല്യാണം കഴിക്കാൻ പറയുമ്പോ ദേവിക എതിർക്കും. ആ ഒഴിഞ്ഞുമാറ്റം മുതലാക്കി ഞാൻ സിദ്ധുവേട്ടനെ കെട്ടും. നമ്മുടെ ആ പ്ലാനാ പൊളിയുന്നത്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ റൂബി. ഒരു വഴിയുണ്ട്. തങ്കച്ചി, അവരെ ഉപയോഗിക്കണം. അവരൊരു പിടിവള്ളിയാ. അവരെ വേണ്ട പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സിദ്ധുവും ദേവികയും തമ്മിലുള്ള കല്യാണം നടക്കില്ല. കുഴപ്പക്കാരിയ തങ്കച്ചി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവര്. അവരെ കളത്തിലേക്ക് ഇറക്കണം. അതും കല്യാണം മുടക്കാൻ. വേറൊന്നും കൊണ്ടല്ല, പിന്നെ അവര് നമുക്കൊരു ബാധ്യതയായിട്ട് മാറരുത്. നമ്മുടെ ആവശ്യം ഇപ്പൊ എന്താ? സിദ്ധുവും ദേവികയും തമ്മിലുള്ള കല്യാണം മുടക്കലല്ലേ? വെറുതെ മുടക്കിയ പോരാ, അതിന്റെ പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയുകയും ചെയ്യരുത്. അവര് ഒരിക്കലും യോജിക്കാത്ത വിധം പിരിഞ്ഞകലേം വേണം. ഇത് രണ്ടും നടക്കണമെങ്കിൽ അത് തങ്കച്ചിയെ കൊണ്ടേ പറ്റൂ. തങ്കച്ചി പോലും അറിയരുത് അവരെ നമ്മൾ ഉപയോഗിക്കുകയാണെന്ന്. കുഴപ്പമാവൂ റൂബി? ഒരു കുഴപ്പമില്ല. നമ്മുടെ ഒരു കണക്കുകൂട്ടലേ ഇപ്പൊ തെറ്റിയിട്ടുള്ളൂ. കൂടുതൽ തെറ്റാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തങ്കച്ചിയാ ബെസ്റ്റ് ചോയ്സ്. അവരെ വെച്ച് പ്ലേ ചെയ്യും, എല്ലാം ഭംഗിയാവും.